പല കുട്ടികളും ചോദിക്കുന്ന ഒരു പരാതിയുണ്ട്. പഠിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. പുസ്തകം തുറന്നു വെച്ച് വെറുതെ ഇരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മൾ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണിത്. പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എങ്ങനെ സിലബസ് തീർക്കാം, എങ്ങനെ ഓരോ വിഷയത്തെയും സമീപിക്കണം, ഇതിനായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റെപ്പുകളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. 1. 80/20 നിയമം, ദ 80/20 റൂൾ. എന്താണ് ഈ 80/20 നിയമം? മിക്ക പരീക്ഷകളിലും 80% ചോദ്യങ്ങളും വരുന്നത് വെറും 20% പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ നിന്നാണ്. ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിശോധിക്കുക എന്നതാണ്. ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നോക്കി അവയ്ക്ക് 1ാം പരിഗണന നൽകുക. എല്ലാ വരിയും മനഃപ്പാഠമാക്കുന്നതിന് പകരം ഹൈ വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. 2. പ്രയാസമുള്ള വിഷയങ്ങൾ. ആദ്യം ഈറ്റ് ദ ഫ്രോഗ്. നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വിഷയമുണ്ടാകും. ചിലർക്ക് അത് മാത്സ് ആയിരിക്കും, ചിലർക്ക് സയൻസ്. നമ്മൾ സാധാരണയായി ചെയ്യുന്നത് എളുപ്പമുള്ള വിഷയങ്ങൾ പഠിച്ച് സമയം കളയുകയും പ്രയാസമുള്ളത് മാറ്റിവെക്കുകയും ചെയ്യും. ഇത് വലിയ തെറ്റാണ്. നിങ്ങളുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഊർജമുള്ള സമയം, അതായത് രാവിലെ തന്നെ പ്രയാസമുള്ള വിഷയം പഠിക്കാൻ എടുക്കുക. ഏറ്റവും വലിയ വെല്ലുവിളി ആദ്യം തീർത്താൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് വളരെ സമാധാനത്തോടെ പഠിക്കാൻ സാധിക്കും. 3. സ്റ്റഡി ബ്ലോക്കുകൾ, സ്റ്റഡി ബ്ലോക്സ് ആൻഡ് പൊമോഡോറോ. മണിക്കൂറുകളോളം അടുപ്പിച്ച് പഠിക്കുന്നത് തലച്ചോറിനെ തളർത്തും. ഇതിനു പകരം പഠനത്തെ ചെറിയ ബ്ലോക്കുകളായി തിരിക്കുക. 50 മിനിറ്റ് കഠിനമായി പഠിക്കുക, ശേഷം 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പകരം അല്പം വെള്ളം കുടിക്കുകയോ ഒന്ന് നടക്കുകയോ ചെയ്യുക. ഇത്തരത്തിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഒട്ടും കുറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. 4. ഉറക്കവും റിവിഷനും, സ്ലീപ്പ് ആൻഡ് റിവിഷൻ. രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. ഉറക്കത്തിലാണ് നിങ്ങളുടെ തലച്ചോർ വിവരങ്ങൾ അടുക്കി വെക്കുന്നത്. അതുകൊണ്ട് 6 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. അതുപോലെ ഉറങ്ങുന്നതിനു മുൻപ് അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് കണ്ണടച്ച് ഓർത്തു നോക്കുക. ഇത് നിങ്ങളുടെ മെമ്മറിയിൽ ആ വിവരങ്ങൾ ഉറപ്പിക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, പരീക്ഷ ഒരു യുദ്ധമല്ല, അതൊരു അവസരമാണ്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വലിയ പരീക്ഷയും എളുപ്പത്തിൽ ജയിക്കാം. ഈ വീഡിയോയിലെ കാര്യങ്ങൾ ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.